വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥിന് നീതി തേടി ABVP ലോങ് മാർച്ച്. സിദ്ധാർത്ഥിന്റെ കൊലപാതകം CBI അന്വേഷിക്കുക, ഡീനിനെ പ്രതി ചേർക്കുക, SFIയുടെ വിചാരണ കോടതികൾക്കെതിരെയുമാണ് ലോങ് മാർച്ച്. കൂടാതെ കലാപാഹ്വാനം നൽകുന്ന ഇൻതിഫാദ എന്ന പേര് പിൻവലിക്കണമെന്ന് കേരള സർവകലാശാല ചാൻസലർ മോഹൻ കുന്നുമേൽ ഉത്തരവിന് പുല്ലുവില നൽകിയിരിക്കുകയാണ് SFI യൂണിയൻ. യുവനോത്സവം ഇന്ന് ആരംഭിക്കാനിരിക്കെ ഫ്ലെക്സ് ബോർഡുകളിലടക്കം ഇൻതിഫാദ് എന്ന പേര് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രജിസ്ട്രാറുടെ ഒത്താശയോടെയാണ് SFIയുടെ നടപടി. വിവരങ്ങളുമായി ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ അല്പസമയം മുൻപ് നമ്മൾ പങ്കുവച്ച അഭിമന്യുവിൻ്റെ വാർത്ത പോലെ തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം. ഇതിൽ ഗവർണർ തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം, ഇതിൽ SFI PFI കൂട്ടുകെട്ടാണ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. മറുഭാഗത്ത് അല്പം മുൻപ് നമ്മൾ പറഞ്ഞത് അഭിമന്യുവിൻ്റെ വധക്കേസിലെ PFI ഭീകരരെയൊക്കെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഇടപെടലും പ്രധാനപ്പെട്ട രേഖകളോ കാണാതെ പോകുന്നു. അപ്പോൾ അഭിമന്യുവിന് ലഭിക്കാത്ത നീതി എങ്ങനെയാണ് സിദ്ധാർത്ഥന് ലഭിക്കുക എന്ന ചോദ്യമൊക്കെ ഉയരുമ്പോഴാണ് ABVP CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നത്. ABVPയുടെ ലോങ് മാർച്ച് ആരംഭിച്ചിട്ടുണ്ടോ ശാലിനി? ഇപ്പോൾ ABVP പ്രവർത്തകർക്കൊപ്പമാണോ ഉള്ളത് ശാലിനി? നമസ്തേ ഉമേഷ്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ അഭിമന്യുവിന്റെ വാർത്ത വരുന്നത് ഏറ്റവും സങ്കടകരമായൊരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കോടതി രേഖകൾ തന്നെ കാണാതെ പോകുന്നു, കുറ്റപത്രം തന്നെ കാണാതെ പോകുന്നു എന്നുള്ളത്. ഒരുപക്ഷെ സിദ്ധാർത്ഥന് സമാനമായി തന്നെ നടന്നൊരു അരുംകൊലയുടെ ഇരയാണ് അഭിമന്യു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു. അതിന്റെ ഒരു ഭാഗമായി തന്നെ ഈ ഒരു കുറ്റപത്രം ഉൾപ്പെടെയുള്ള നിർണായക രേഖകൾ കാണാതായതിനെ വിലയിരുത്തേണ്ടി വരുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ABVP ഇത്തരത്തിലൊരു നീതിക്ക് വേണ്ടി ഒരു സമരവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആരംഭിക്കുക, ഒപ്പം തന്നെ ഡീൻ ഉൾപ്പെടെ ഉള്ളവരെ കേസിൽ പ്രതി ചേർക്കുക, ഒപ്പം ഇത്തരത്തിലുള്ള സംസ്ഥാന വ്യാപകമായുള്ള കോളേജുകളിലും സർവകലാശാലകളിലും ഇടിമുറികൾ, ആ ഇടിമുറികൾ അവസാനിക്കണം. SFIയുടെയും PFIയുടെയും ബന്ധം, പ്രത്യേകിച്ച് കോളേജുകൾ ക്യാമ്പസുകൾക്കുള്ളിൽ വിദ്യാർത്ഥികളായി എത്തുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള PFI SFI ബന്ധം അത് അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലോങ് മാർച്ചിലേക്ക് ABVP കടക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണം ജനം TV ഉൾപ്പെടെ ആദ്യമായി വാർത്തയായി നൽകിയതിന് തൊട്ടു പിന്നാലെ വൈത്തിരിയിലെ കോളേജിന് മുൻപിലും പ്രത്യേകിച്ച് സർവകലാശാലയ്ക്ക് മുന്നിലും ഇങ്ങ് സെക്രട്ടേറിയറ്റിന് മുൻപിലും ആദ്യമായി രാപ്പകൽ സമരം ഉൾപ്പെടെ സംഘടിപ്പിച്ചത് ABVP ആണ്. ആ ഒരു നീതിക്ക് വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയതും ABVP ആണ്. സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ ഒരു ലോങ് മാർച്ച് രാവിലെ 9 മണിക്ക് സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കും. രാത്രി 7 മണിയോടുകൂടി സെക്രട്ടേറിയറ്റിന് സമീപത്താണ് ഈ ഒരു സമരം പന്തം കൊളുത്തിയാണ് ആ സമരം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വൈകുന്നേരത്തോടെ നീങ്ങുക. അവിടെ സമാപനം കുറിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഈ കേസിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഡീൻ ഉൾപ്പെടെ ഉള്ളവർ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു സംഭവം നടക്കുമ്പോൾ, ആത്മഹത്യ ആയിക്കോട്ടെ, അതൊരു മരണമായിക്കോട്ടെ, അസ്വാഭാവികമായി സംഭവിക്കുമ്പോൾ മരണം സ്ഥിരീകരിച്ച ശേഷം ആ മൃതദേഹം അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതിലും ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കുന്നതിലും ആ കോളേജിലെ അധികൃതർക്കും സർവകലാശാല അധികൃതർക്കും നിർണായകമായ പങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നു, പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് മാറ്റുന്നു, വിദ്യാർത്ഥികൾ നേരിട്ട് ഇത്തരത്തിൽ കുടുംബത്തെ അറിയിക്കുന്ന ഒരു സാഹചര്യം, ഔദ്യോഗികമായി ഡീനിന്റെ ഭാഗത്തു നിന്നൊരു അറിയിപ്പ് കുടുംബത്തിന് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, തുടക്കം മുതലേ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടില്ലാത്ത പ്രതികരണങ്ങൾ ഡീനിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ കൂടിയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന കൃത്യമായ നടപടി ഈ കുടുംബത്തോടൊപ്പം ചേർന്നുകൊണ്ട് മുൻപോട്ട് വെക്കുന്നത്. സമാനമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്യാഗ്രഹം ഉൾപ്പെടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ നടത്തി CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ABVP കൂടി ഒരു ലോങ് മാർച്ച് നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതിന് കേസിൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധവും സമാനമായി നടക്കുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒന്നടങ്കം പൊതുസമൂഹം ഒന്നിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ABVP പ്രവർത്തകർ ലോങ് മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട്. കൂടാതെ SFIയുടെ ഇരയായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ SFI PFI ഭീകരതയ്ക്ക് ഇരയായിട്ടുള്ള വിവിധ കോളേജുകളിലെ ഇരകളും ഈ ഒരു സമരത്തിന്റെ ഭാഗമായി, ലോങ് മാർച്ചിന്റെ ഭാഗമായി സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ ഒരു മാർച്ചിന്റെ ഭാഗമാവുകയും ചെയ്യും. ഏകദേശം 30 കിലോമീറ്ററോളം വരുന്ന ദൂരമാണ് ലോങ് മാർച്ചിന്റെ ഭാഗമായി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവും
വിദ്യാർത്ഥികളും നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രയധികം മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. 3 ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിക്കുക, പിന്നീട് കൊല ചെയ്യുക, കൊലപാതകം ആത്മഹത്യയാക്കി വരുത്തി തീർക്കാൻ ശ്രമിക്കുക, SFI പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള നിലപാട് CPM നേതൃത്വം സ്വീകരിക്കുക, ഇതൊക്കെ നമ്മൾ പൊതുസമൂഹം കണ്ടതാണ്. ഒപ്പം അഭിമന്യുവിന്റെ കേസിന് സമാനമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണവും ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ, കൃത്യമായ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. 18ഓളം പ്രതികളെ മാത്രമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് പ്രതികൾ ഏകദേശം 30ഓളം പ്രതികൾ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഉൾപ്പെടെയുള്ള. ശരി, എന്തായാലും ശാലിനി, ABPയുടെ ലോങ് മാർച്ച് എപ്പോഴാണ് ആരംഭിക്കുക? രാവിലെ 9 മണിയോടുകൂടിയാണ് ഉമേഷ് ഇത് ഔദ്യോഗികമായി ആരംഭിക്കുക. ഇന്ന് രാത്രി 7 മണിയോടുകൂടി സെക്രട്ടറിയേറ്റിന് സമീപത്ത് ഈ ഒരു ലോങ് മാർച്ച് സമാപിക്കുകയും ചെയ്യും. കുടുംബത്തെ ചേർത്ത് പിടിച്ച് കുടുംബത്തിന്റെ ആശീർവാദം വാങ്ങിയ ശേഷമാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്ന് തന്നെ, ഒരുപക്ഷെ സിദ്ധാർത്ഥ് അവസാനമായി കലാലയത്തിലേക്ക് പുറപ്പെട്ട അതേ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ലോങ് മാർച്ചിന് തുടക്കമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഓരോ ABVP പ്രവർത്തകരും സിദ്ധാർത്ഥായി മാറുക എന്നുള്ളതാണ്. കാരണം അവരുടെ ഒരു മക്കളായി അല്ലെങ്കിൽ ജയപ്രകാശിന്റെയൊക്കെ ഒരു മകനായിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഈ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലോങ് മാർച്ചിന്റെ ഭാഗമാകാൻ പോകുന്നത്. എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകർ, ABVP പ്രവർത്തകർ ഈ ഒരു ലോങ് മാർച്ചിന്റെ ഭാഗമാകും. രാത്രി 6 മണിയോടുകൂടി 6:30 തിരുവനന്തപുരം പാളയത്ത് ഈ മാർച്ച് എത്തും. അതിനുശേഷം പന്തംകൊളുത്തി പ്രകടനമായി 1500-ലധികം പേര് ഈ ഒരു മാർച്ചിൽ അവിടെ നിന്ന് അനുഗമിക്കും. ആയിരക്കണക്കിന് ആളുകളുമായിട്ടാണ് ഈ ഒരു മാർച്ച് സെക്രട്ടേറിയറ്റിന് സമീപത്തേക്ക് എത്തി അവിടെ അവസാനിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു നീതി തേടിയുള്ള സമരം വീണ്ടും തുടരുമെന്ന് തന്നെയാണ് ABVP സംസ്ഥാന നേതൃത്വം ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്. ഉമേഷ്.